ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊന്നുമില്ല, എൻ്റെ ലൈഫിൽ ഒന്നുമില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, എനിക്കെന്താണില്ലാത്തത്? എനിക്കിപ്പോഴും ശ്വാസം എടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വേണ്ടി തന്നെ പറ്റുമോ എന്ന്. അള്ളാഹു നിനക്ക് ശ്വാസം നൽകിയിട്ടുണ്ട്, നിനക്ക് കണ്ണ് തന്നിട്ടുണ്ട്, നിനക്ക് ഹൃദയം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ എപ്പോഴും അന്വേഷിക്കുന്നത് നമ്മൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കാണാത്തത്? നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ മനസ്സ് നാച്ചുറലി ഫോക്കസ് ചെയ്യുന്നത് മിസ്സിംഗ് ആയ കാര്യങ്ങളിലേക്കാണ്. മറ്റൊരാളുടെ ലൈഫ് നോക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുമ്പോൾ, കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് എല്ലാം ഉണ്ട്, എനിക്കതൊന്നുമില്ല എന്ന്. പക്ഷേ ഇൻഫാക്റ്റ് അള്ളാഹു ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് പണം ധാരാളമായി ഉണ്ടാകും, പക്ഷേ സമാധാനമുണ്ടാകില്ല. എന്നാൽ മറ്റൊരാൾക്ക് സമാധാനം ഉണ്ടാകും, പക്ഷേ പണം കുറവായിരിക്കും. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഡിവിഷൻ എന്നത് പെർഫെക്റ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെ ആയിരിക്കാം. നമുക്ക് ദിവസവും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, കാഴ്ച, ചിന്തിക്കാനുള്ള കഴിവ്, ഈമാൻ തുടങ്ങിയവയൊക്കെ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്ന ഒരാൾ, അവന് എന്താണ് വേണ്ടത്? പണമാണോ അല്ലെങ്കിൽ പ്രശസ്തിയാണോ? എന്നാൽ അവന് ആവശ്യമുള്ളത് ഒരൊറ്റ ശ്വാസം മാത്രമായിരിക്കും. നമുക്ക് അതൊക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ട്, പക്ഷേ നാം അതിനൊന്നും വാല്യൂ ചെയ്യുന്നില്ല. ഇസ്ലാമിൽ ഒരു വലിയ കോൺസെപ്റ്റാണ് ശുക്ർ എന്നത്. അത് വെറും നന്ദി പറയൽ മാത്രമല്ല, അനുഗ്രഹം തിരിച്ചറിയുകയും അതുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. നീ കണ്ണുകൊണ്ട് തെറ്റ് കാണുന്നില്ലെങ്കിൽ അത് ശുക്റാണ്. നീ നാവുകൊണ്ട് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതും ഒരു ശുക്റാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്ദി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകുമെന്ന്. അതൊരു പ്രോമിസാണ്. നമ്മൾ എപ്പോഴും പരാതി പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ ലൈഫിൽ നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് എന്നൊക്കെ. പക്ഷേ നമ്മൾ മറക്കുന്നത് എന്താണെന്ന് അറിയാമോ? അള്ളാഹു നമുക്ക് ഓൾറെഡി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് സന്തോഷം കുറവായിരിക്കും, സമാധാനമുണ്ടാകില്ല. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് അവരുടെ ഹൃദയം എപ്പോഴും സമാധാനത്തിലായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും അവർ സന്തോഷം കണ്ടെത്തും. ഈ ഒരു ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുന്നത് എന്ന്. നമ്പർ 1, കമ്പയർ ഡൗൺവേർഡ്. നിന്നേക്കാൾ താഴെയുള്ളവരെ നോക്കുക. നിനക്കില്ലാത്തത് ഒരിക്കലും നോക്കരുത്. നിന്നേക്കാൾ കുറവുള്ളവരെ നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നാച്ചുറലി വരും. നമ്പർ 2, ഡെയിലി 3 ബ്ലെസ്സിങ്സ് എഴുതുക. ദിവസവും രാത്രി നിങ്ങൾക്ക് ഇന്ന് ലഭിച്ച 3 ബ്ലെസ്സിങ്സിനെ കുറിച്ച് എഴുതുക. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിരുന്നു, എനിക്കിന്ന് ഭക്ഷണം കിട്ടി, ഫാമിലിയുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു എന്നൊക്കെ. സ്ലോലി നിന്റെ മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആകും. നമ്പർ 3, ദുആ ചെയ്യുമ്പോൾ നന്ദി പറയുക. നമ്മൾ എല്ലാവരും ദുആ ചെയ്യുമ്പോൾ യൂഷ്വലി അള്ളാഹുവോട് ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ആദ്യം തന്നെ നീ പറയേണ്ടത്, യാ അല്ലാഹ്, താങ്ക് യു ഫോർ എവറിത്തിങ് യു ഗേവ് മീ. അതെ അള്ളാഹുവേ, നീ എനിക്ക് നൽകിയതിനെല്ലാം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നിന്റെ ഹാർട്ട് പതിയെ സോഫ്റ്റ് ആകും. നമ്പർ 4, സ്മോൾ തിങ്സിന് വാല്യൂ കൊടുക്കുക. ഒരു സ്മൈൽ അല്ലെങ്കിൽ ഒരു ഗുഡ് മെസ്സേജ്, ഒരു പീസ്ഫുൾ നൈറ്റ്, ഇവയെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. ഒരു ദിവസം വരും നമ്മൾ ഈ ദുനിയാവ് വിട്ടുപോകും. അന്ന് നമ്മൾ റിയലൈസ് ചെയ്യും എനിക്ക് എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു എന്ന്. അന്ന് നമ്മൾ വളരെ വൈകിയിരിക്കും. അതിനാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നീ ഇപ്പോൾ ഇതിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ മേ ബി അത് തന്നെ ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം. നിനക്ക് കണ്ണുണ്ട്, അത് നിന്റെ ബ്ലെസ്സിങ് ആണ്. നിനക്ക് ഹൃദയമുണ്ട്, അത് നിന്റെ ബ്ലെസ്സിങ് ആണ്. അള്ളാഹു നിന്നെ വിട്ടിട്ടില്ല, അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇന്നു മുതൽ നിങ്ങൾ തീരുമാനമെടുക്കുക, എനിക്കില്ലാത്തതിനെയല്ല മറിച്ച് എനിക്കുള്ളതിനെ ഞാൻ കാണുമെന്ന്. കാരണം അനുഗ്രഹങ്ങൾ കാണുന്നവനാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത്. അസ്സലാമു അലൈക്കും
വറഹമത്തുള്ളാഹി തആല വബറകാതുഹു.